തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അധികം ദൂരമല്ലാത്ത മനോഹരമായ അരുവിക്കര ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ഡാം സീരീസിന്റെ 4ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റു വീഡിയോസ് കാണാത്തവർക്ക് ഡാം സീരീസ് പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 17 കിലോമീറ്റർ യാത്ര ചെയ്താൽ അരുവിക്കര ഡാമിലെത്താം. തിരുവനന്തപുരത്ത് നിന്നും ധാരാളം KSRTC ബസ്സും ഡാമിലേക്കുണ്ട്. കരമനയാറിന് കുറുകെയാണ് അരുവിക്കര ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 1930കളിൽ തിരുവനന്തപുരം നഗരത്തിന് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഡാം നിർമ്മിച്ചത്. വർഷങ്ങളായി നഗരത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ ഡാം പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നീട് പേപ്പാറ ഡാമിൽ നിന്നുള്ള ജലവും ഇവിടെ എത്തിച്ചതോടെ ജലലഭ്യത കൂടുതൽ മെച്ചപ്പെട്ടു. ഡാമിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അരുവിക്കര ദേവി ടെമ്പിളും ഈ പ്രദേശത്തിന്റെ മറ്റൊരു ആകർഷണമാണ്. കൂടാതെ ക്ഷേത്രത്തിനോട് ചേർന്ന് കാണുന്ന നടപ്പാതയും. അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു തുരങ്കപാതയോട് സാമീപ്യമുള്ള നടപ്പാത. ഈ നടപ്പാതയുടെ യഥാർത്ഥ അനുഭവം ക്യാമറയിൽ കണ്ടാൽ മനസ്സിലാവില്ല, നേരിട്ട് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. ഞങ്ങൾ വന്നത് മഴക്കാലമായതിനാൽ ഡാമിൻ്റെ ഷട്ടറുകളെല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്കും കൂടുതലായിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഡാമിന് സമീപത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്കും കാണാം. ഇവിടെയെല്ലാം എൻട്രി ഫ്രീ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.